ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, അനുഗ്രഹകരമായ വിശുദ്ധ ബലിയിൽ നിങ്ങളോടുകൂടെ സംബന്ധിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന ദൈവത്തിന്റെ കൃപയോർത്ത് സ്തുതിക്കട്ടെ. ശ്രീവായയ്ക്ക് ശേഷം 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ എവൻഗേലിയൻ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ശ്രീവായിക്ക് ശേഷമുള്ള കാലഘട്ടത്തെ ആരാധന വർഷത്തിന്റെ അവസാന കാലഘട്ടമായി സഭാപിതാക്കന്മാർ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ട് ശ്രീവായിക്ക് ശേഷമുള്ള കാലങ്ങളിലെ പ്രധാന ചിന്ത ലോകാവസാനത്തെ കുറിച്ചൊക്കെയുള്ള ചിന്തകളാണ് പ്രത്യേകമായിട്ട് ഇതിൽ നിഴലിച്ച് നിൽക്കുന്നത്. ഒരുക്കത്തോടെ ലോകമെന്ന് അവസാനിച്ചാലും എപ്പോഴാണെങ്കിലും ഒരുക്കത്തോടെ ദൈവസന്നിധിയിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തിന്റെ ആഹ്വാനങ്ങളാണ് അതിൽ പ്രധാനമായും കാണുക. ഉണർന്നും ജാഗ്രതയോടും ഒക്കെ ഇരിപ്പാൻ തക്കവണ്ണമുള്ള ആഹ്വാനം അതിൽ വളരെ പ്രബലമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ വായിച്ചു കേട്ട എവൻഗേലിയൻ ഭാഗം ഒത്തിരി ആശയങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമാണ്. ആണ്ടുതോറും നമ്മൾ വായിച്ച് കേൾക്കാറുള്ളതാണ്. പ്രധാനമായും അല്പത്തില് വിശ്വസ്തരായിരിക്കുന്നവർ അധികത്തിലും വിശ്വസ്തരായിരിക്കും എന്നുള്ള വലിയൊരു ആഹ്വാനമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. വിശ്വസ്തത എന്നുള്ളത് ഇന്ന് പലപ്പോഴും പലരിലും കൈമോശം വന്നിരിക്കുന്ന ഒരനുഭവമാണ്. ജീവിതത്തിൽ വിശ്വസ്തത നഷ്ടപ്പെട്ട ഒത്തിരി അനുഭവങ്ങളെ നമ്മളെ ചുറ്റുപാടും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളും അതിൽ നിന്നും പൂർണ്ണമായി വിമുക്തരല്ല. എന്താണ് വിശ്വസ്തത? ദൈവസന്നിധിയിൽ ഈ വിശ്വസ്തതയുടെ പ്രാധാന്യം എന്താ? ഇവിടെ ഈ എവൻഗേലിയൻ ഭാഗത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് അല്പത്തിലും വിശ്വസ്തരായിരിക്കും, അധികത്തിലും വിശ്വസ്തരായിരിക്കും. അപ്പൊ നമുക്കറിയാം, പലപ്പോഴും പല അല്പത്വത്തിൽ പോലും, പല അല്പമായിട്ടുള്ള ചെറുതിൽ പോലും വിശ്വസ്തതയിൽ തികഞ്ഞിരിക്കാനായിട്ട് നമ്മളിൽ അധികം പേർക്കും സാധിക്കുന്നുണ്ടോ? തമ്പുരാനൊരു സംശയമുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിശ്വസ്തരാണ്, നമ്മളെന്താ കേട് കാണിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഞാൻ ആരോടും വിശ്വാസവഞ്ചന കാണിക്കുന്നില്ല. പിന്നെ എന്താ വിശ്വാസത്തെക്കുറിച്ച് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് അർത്ഥമാക്കും? നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, സഹോദര ബന്ധങ്ങളിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധങ്ങളിൽ നമ്മൾ പൂർണ്ണതയോടെ വിശ്വസ്തതയുള്ളവരാണോ? ശാന്തമായിട്ട് ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഉടമ്പടികൾക്ക് വിധേയപ്പെടുന്നവർ. വിശുദ്ധ മാമോദിസ തൊട്ടിയിൽ നിന്ന് നമ്മൾ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക്, ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ വേർതിരിക്കപ്പെട്ട് വരുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളാകാം, ഒത്തിരി ഉടമ്പടികൾ നമ്മളെ തലയിൽ തൊടുന്നവരൊക്കെ എടുക്കുന്നു. പക്ഷെ ആ വിശ്വസ്തതയിൽ ആ എടുക്കുന്ന ഉടമ്പടികൾ പാലിപ്പാനായിട്ട് നമുക്ക് സാധിക്കുമോ? തലത്തൊട്ട് ഒത്തിരി ധർമ്മങ്ങൾ, ഉത്തരവാദിത്തങ്ങളോ നമ്മൾ പലപ്പോഴും തലത്തൊട്ട് അങ്ങ് പിന്നെ അവിടെ നിന്ന് മാറിപ്പോവുക. വല്യപ്പച്ചൻ്റെ ഒക്കെ സ്ഥാനത്ത് നിന്ന് നമ്മൾ നടന്നു പോവുക. പക്ഷെ ആ ഉടമ്പടി ഉടമ്പടി ആരംഭിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ ആത്മീക ജീവിതത്തിൽ പരിപോഷിപ്പിക്കാൻ, വളർത്തുവാൻ, അവന് വേണ്ടതായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കാലാകാലങ്ങളിൽ നൽകുവാൻ തക്കവണ്ണം ഒക്കെയുള്ള ഉത്തരവാദിത്വം, ദൗത്യങ്ങളാണ് നമ്മൾ ആ ഉടമ്പടിയോട് ഏറ്റെടുക്കുക.
നമ്മൾ അതിൽ നമ്മുടെ വിശ്വസ്തതയെ വിടാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെ എടുത്ത് മടിയിൽ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്ന അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ശൈലിയാക്കി തീർത്തിട്ടുണ്ടോ? പലപ്പോഴും ഈ ഉടമ്പടികൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ അതിൽ നിന്ന് ഉൾവലിയുന്ന അനുഭവം. വിവാഹ കുദാശയിൽ ഒത്തിരി ഉടമ്പടികളേതായിട്ടുള്ള ആഹ്വാനങ്ങളും പ്രാർത്ഥനകളുമാണ് ആ കുദാശ മുഴുവനായിട്ട് നമുക്ക് നൽകപ്പെടുന്നത്. എടുത്തിട്ടുള്ള എത്ര ഉടമ്പടി പ്രാർത്ഥനകളൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം ഗൗരവതരമായിട്ടുള്ള ആത്മീയ അർത്ഥ ആഴങ്ങളുള്ള പ്രാർത്ഥനകളാണ് ഉടമ്പടികളായിട്ട് ഞാനും നിങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എപ്പോഴെങ്കിലും അതിനെ ഒന്ന് പുനർവായന നടത്തുവാൻ, അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ വിവാഹ സമയത്തെടുത്ത ആ ഉടമ്പടിയുടെ വിശ്വസ്തതയിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ സഹോദര ബന്ധങ്ങളിലും അതുപോലെ തന്നെയാണ്. ആരാ നിന്റെ സഹോദരൻ? നിന്റെ മാംസത്തിന്റെ മാംസവും നിന്റെ രക്തത്തിന്റെ രക്തവുമായിരിക്കുന്നവനാണ്. അവരെ മറച്ചൊന്നും ചെയ്യാനായിട്ട് സാധ്യമാകരുതെന്ന് തിരുവനന്തപുരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യമേ യേശുദമ്പുരാൻ ചോദിച്ചത്, കായിനോട് ചോദിച്ച ചോദ്യം, നിന്റെ സഹോദരൻ എവിടെ എന്നുള്ളത്. അപ്പൊ നമ്മുടെ സാഹോദര്യ ബന്ധങ്ങൾ പോലും ഇത് പലപ്പോഴും ശിഥിലമായിരിക്കുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യാപാര മേഖലകളിൽ, നമ്മുടെ ഔദ്യോഗിക തൊഴിൽ രംഗങ്ങളിൽ ഒക്കെ നീതിയോടെ വിശ്വസ്തയോടെ പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ശാന്തമായിട്ട് ചിന്തിക്കുക. ദൈവം തമ്പുരാനോട് വിശ്വസ്തതയിലായിരിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും. സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് നീതിയോടെ വിശ്വസ്തയോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ വിശ്വാസികളായിരിക്കുന്നത് ഒരു സമൂഹമായി കൂട്ടായ്മയൊക്കെ പോകുന്നതിനപ്പുറമാണ്. ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ, ദൈവം എനിക്ക് തന്നിട്ടുള്ള ഈ സഭയുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് എത്ര പേർക്ക് വിശ്വസ്തതയിൽ സാധിക്കുന്നുണ്ട്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന നൊമ്പരങ്ങൾ, രോഗങ്ങൾ ഒക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ നിന്നൊക്കെ അപ്പുറം പലതും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പല കൂട്ടായ്മകളിലേക്കൊക്കെ അനുഗ്രഹത്തിനായിട്ട് ഓടിപ്പോകുന്ന ഒത്തിരി അനുഭവങ്ങൾ ഇവിടെയുണ്ട്. എനിക്കറിയില്ല, നാട്ടിലുണ്ട് ഒത്തിരി അനുഭവങ്ങൾ. ഈ സഭയിൽ വന്നിട്ട്, ഈ സഭയിലെ കൂട്ടായ്മ, ഈ സഭയുടെ വിശ്വാസം നിന്നിട്ട് പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെ തുടരുന്നു എന്നൊക്കെ ധരിച്ച് പല മോഹന വാഗ്ദാനങ്ങളൊക്കെ കേട്ട് ഈ വിശ്വാസത്തിൽ വിശ്വസ്തത പുലർത്താതെ ഇതിനെ വിട്ടുകളയുന്ന, ഇതിൽ നിന്ന് മാറിപ്പോകുന്ന ഒത്തിരി അനുഭവം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആനന്ദത്തിൻ്റെയും ഒന്നും മാത്രമല്ല. അത് കുരിശിൻ്റെ വഴിയാണ്. അത് പ്രതിബന്ധങ്ങളുടെയാണ്, ഒത്തിരി പ്രയാസങ്ങളുടെയാണ്, ഒത്തിരി കഷ്ടപ്പാടുകളുടെ. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് അവന് കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയും. ഇപ്പൊ ക്രിസ്തീയ ജീവിതം അത് സൗഭാഗ്യത്തിന്റെ മാത്രമാണ്, അത് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആനന്ദത്തിന്റെ മാത്രമാണെന്ന് ധരിക്കരുത്. മറിച്ച് അത് പ്രയാസത്തിന്റെയും വൈഷമ്യങ്ങളുടെയും ദുരിതങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയുമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ, ഒത്തിരി പ്രയാസ പ്രതിസന്ധികളിലൂടെയൊക്കെ അവരെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയതാണ്. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ പ്രയാസത്തെ ഓർത്ത് അവരാരും തന്നെ വിശ്വാസം വിട്ടുപോയി. പക്ഷെ ഇന്ന് ജീവിതത്തിലെ പ്രയാസം കണ്ട് സുഖത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി ഈ വിശ്വാസത്തെ ത്യജിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇതിനകത്ത് ഈ ചിന്തയിൽ മറ്റൊരു ചിന്ത പ്രധാനമായിട്ട് തരുന്നത്, രണ്ട് യജമാനന്മാരെ ഒരുപോലെ സേവിക്കാൻ ആർക്ക് കഴിയുമെന്നുള്ളൊരു ചോദ്യം. ഇവിടെ രണ്ട് യജമാനന്മാരെ കുറിച്ച് പറയുന്നത് എന്റെ തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ തക്കവണ്ണം ആർക്കെങ്കിലും സാധിക്കും. എന്താണ് യജമാനൻ, എന്താ ദൈവം മാമോനും തമ്മിലുള്ള വ്യത്യാസം? അത് ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള വ്യത്യാസം.
നമ്മളൊക്കെ നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ ഒരു പരിധി വരെ നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഭൗതികമായിട്ടുള്ള നമ്മുടെ സുഖത്തിനും നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ നേട്ടത്തിനും വേണ്ടിയല്ലേ എന്ന് പലപ്പോഴും തോന്നിപ്പോകാം. എന്നാൽ ഭൗതികത പൂർണ്ണമായി ത്യജിച്ചുള്ള ഒരു ആത്മീയതയെ കുറിച്ച് പൗരസ്ത്യം പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ ഈ ലോകവും ഇവിടെ കാണുന്നതുമാണ് നിത്യവും ശാശ്വതവും ശ്രേഷ്ഠവും എന്നെണ്ണാറ് അതിനപ്പുറത്ത് ആത്മീകമായൊരു തലമുണ്ട് എന്ന് ചിന്തിപ്പാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഒരുപോലെ ഒരേ അളവിൽ ആത്മീയതയും ഭൗതികതയും കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അത് ഒരുതരെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മളെ പോലെ വെറും മനുഷ്യരായി ഈ ഭൂമുഖത്ത് ജീവിച്ച് ജീവിതം കൊണ്ട് ഭൗതികതയെ ത്യജിച്ച് ആത്മീയതയെ ശ്രേഷ്ഠമെന്നെണ്ണി ജീവിച്ച ഒത്തിരി മനുഷ്യരുണ്ട്. അവരെയാണ് നമ്മൾ ഇവിടെ അവരുടെ ഐക്യമൊക്കെ വെച്ചിട്ടുണ്ട് വിശുദ്ധന്മാരായിട്ട് നമ്മൾ പരിഗണിക്കുക. അവര് നമ്മളെ പോലെ തന്നെ സൃഷ്ടിയാണ്, നമ്മളെ പോലെ തന്നെ മാതാപിതാക്കൾക്ക് ജനിച്ചവരാണ്, ഈ ലോകത്തിന്റെ അനുഭവത്തിലൂടെ വളർന്നവരാണ്. പക്ഷെ ഈ വിശുദ്ധന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവര് ഭൗതികതയെ ആവമിതം ത്യജിച്ച് ആവോളം ആത്മീയതയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനായിത്തീരുവാൻ തക്കവണ്ണം പരിശ്രമിച്ച് അതിന് ആയിത്തീരുവാൻ തക്കവണ്ണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നോയമ്പ്, ഉപവാസം, ജീവിതത്തിന്റെ നിഷ്ഠയായ ആരാധനയിലൂടെയൊക്കെ അവര് ദൈവിക സംസർഗത്തിലെത്തിയവരാണ്. അവരെയാണ് വിശുദ്ധന്മാരായിട്ട് സഭ പരിഗണിക്കുക. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഈ സാധ്യതയുണ്ട്. ഈ വിളിയിലേക്കാണ് എന്നെ നിങ്ങളും ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുക. പക്ഷേ നമ്മളുടെ കാഴ്ചപ്പാടെന്താ? ഈ ലോകത്തിൽ ഞാൻ ആരാകാം എന്നുള്ള നമ്മുടെ കാഴ്ചപ്പാട്. വിദ്യാഭ്യാസം കൊണ്ടാകാം, സമ്പാദ്യം കൊണ്ടാകാം, ശക്തി കൊണ്ടാകാം, ഈ ലോകത്തിൽ മറ്റുള്ളവരെക്കാൾ വലിയവനായി തീരുവാൻ തക്കവണ്ണമുള്ള വെമ്പലും നെട്ടോട്ടമാണ് നമ്മളിൽ പലർക്കും. അത് എന്താ? അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി തരുന്നത് നമ്മൾ ഇപ്പോഴും ഭൗതികതയുടെ വക്താക്കളായി ഭൗതികതയെ കൂടുതൽ കൂടുതൽ അതിൽ ആശ്രയിച്ച് ജീവിക്കുന്നത്. അത് ഞാൻ ആദ്യം ഒരു വാക്ക് പറഞ്ഞു. നമ്മളുടെ അധ്വാനങ്ങൾ മാത്രമല്ല, നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥനകളുടെ പോലും പലരുടെയും ലക്ഷ്യം ഭൗതികമായിട്ടുള്ള നേട്ടത്തിൽ വേണ്ടി. മറിച്ച് ഞാൻ ദൈവത്തിന് കൊള്ളാവുന്ന എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം എൻ്റെ കുഞ്ഞുങ്ങൾ നല്ലവരായി, എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ആഴത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? മറിച്ച് എൻ്റെ മക്കള് മറ്റുള്ളവരുടെ മക്കളെക്കാൾ മിടുക്കരാണ്, എൻ്റെ മക്കളെ വിദ്യാഭ്യാസം ഇത് വേണ്ട എന്ന അർത്ഥത്തിലല്ല. എൻ്റെ മക്കൾ തങ്ങളുടെ ഭൗതികമായിട്ടുള്ള എല്ലാ തലങ്ങൾ, ഉന്നത തലങ്ങൾ ലഭിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വ്യക്തമായ തിരുവനന്തപുരം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ഒന്നിനെ ദ്വേഷിക്കാതെ, ഒന്നിനെ ഒന്നുമല്ല എന്നെണ്ണാതെ മറ്റതിനെ ശ്രേഷ്ഠമെന്ന് എണ്ണാനായിട്ട് സാധ്യമല്ല. ഈ ഒരു തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. തിരുവനന്തപുരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഈ തിരിച്ചറിവുകളെ ക്രിസ്തീയ ജീവിതം ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അത് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും സൗഖ്യത്തിന്റെയും മാത്രമാണ് എന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ വിശ്വസ്തതയെ ഒക്കെ അതിന് തരപ്പെടുന്ന തരത്തിലൊക്കെ പരുവപ്പെടുത്തുന്ന രീതി അത് ഭൗതികമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അതിന്റെ വാക്കുകളെ ചുരുക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് ആർക്കും നമ്മുടെ ആയുസ്സിനെ കുറിച്ച് നിശ്ചയം ഇന്നല്ലെങ്കിൽ നാളെ എവിടെ വെച്ചും നമുക്ക് അറിയത്തില്ല. ദൈവം തമ്മിൽ നമ്മൾ വിളിക്കുമ്പോ ഞാൻ ഈ മണ്ണില്, ഇവിടുത്തെ പൊന്നില്, ഇവിടുത്തെ സ്വത്തില് അതില് അങ്ങ് ആമത്തനായി മുഴുകിയിരിക്കുന്നവരായി തീരാതെ
കാക്ഷിക്കുന്നവരായി, ഉന്നതത്തിലേക്ക് നോക്കുന്നവരായി. ഒരുപക്ഷെ നിനക്ക് രോഗമുണ്ടാകും, നിനക്ക് ദുഃഖമുണ്ടാകും, സാമ്പത്തിക ഞെരുക്കമുണ്ടാകും, പരാജയം ഉണ്ടാകും, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകില്ല, ഈ അവസരം ഒക്കെ ഉണ്ടാകാം. പക്ഷേ ദൈവമായുള്ള ബന്ധത്തിൽ നിലനിർത്താൻ നിനക്ക് സാധിച്ചാൽ അത് ശ്രേഷ്ഠമാണ്. ഈ അപ്പോസ്തലന്മാരുടെ ആ പിതാക്കന്മാരുടെ ജീവിതം പരിശോധിച്ച് നമുക്കറിയാം. ദൈവത്തോടെ ചേർന്ന് വന്നവരെ, കൂടുതൽ ദൈവത്തോടെ അടുത്തു വന്ന മനുഷ്യരൊക്കെ, അവരൊക്കെ ഭാഗ്യവാന്മാരെന്നൊക്കെ പിന്നീട് വിളിക്കുമെങ്കിലും അവരുടെ ജീവിത സന്ദർഭങ്ങളിലൊക്കെ ഒത്തിരി ദുരിതവും ദുഃഖവും പ്രയാസവും. വിശുദ്ധ കന്യാമറിയാമ്മ ജീവിതത്തിൽ നമുക്കറിയാം. അവിടെ ഭാഗ്യത്തിൽ നിന്നൊക്കെ എണ്ണുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ അവസ്ഥ എവിടെ? എല്ലാം വൈഷമ്യങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, നൊമ്പരങ്ങളുടെ, വേദനകളുടെ ചരിത്രമാണ് കന്യാമറിയാമ്മ പറയാനുള്ളത്. അപ്പോസ്തലന്മാരൊക്കെ വളരെ മിടുക്കന്മാരായിട്ടുള്ളവരുണ്ട്, പലതരത്തിലുള്ളവരൊക്കെ ഉണ്ട്. അവരവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ സ്വസ്ഥതയിലും ശാന്തതയിലും ഒക്കെ ആയിരുന്നവരാണ്. പക്ഷെ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ജീവനാണ് ഒട്ടുമിക്കവർക്കും നഷ്ടപ്പെട്ടു. അവരുടെ ജീവനെ തന്നെ നഷ്ടപ്പെട്ടു. അതാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ. എൻ്റെ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ, അത് വിശ്വസ്തതയോടെ ചേർത്ത് വെക്കുമ്പോൾ പലപ്പോഴും നൊമ്പരങ്ങളുടെ, വേദനകളുടെ ഒക്കെ അനുഭവമാണ്. എപ്പോഴും ലാഭത്തിന്റെ മാത്രം അനുഭവങ്ങളും കണക്കുകളുമല്ല, നഷ്ടത്തിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ആത്യന്തികമായി ജീവിത വിജയമാണ് എന്നുള്ള ആ കാഴ്ചപ്പാടിലേക്ക് വളരുന്നതാണ് ആത്മീയമായി വളരുക. അപ്പൊ ആത്മീയതയുടെ വളർച്ച എന്ന് പറയുന്നത് എന്താ? പലപ്പോഴും ഇല്ല പ്രവചനപരമോ പ്രസംഗപരമോ ഒക്കെ മാത്രമല്ല, ചില സൗഖ്യദാന വരങ്ങൾ മാത്രമല്ല. ആത്മീയമായിട്ട് വളരുന്ന ഇതാണ് ദൈവ സംസർഗത്തിലേക്ക് ഉള്ള വളർച്ചയാണ്. എന്ത് പ്രയാസ പ്രതിസന്ധിയിൽ വന്നാലും അതിനെയൊക്കെ തിരിച്ചു ദൈവത്തിൽ ശക്തി പ്രാപിച്ചു, ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധ വെക്കാതെ ഉയരത്തിലുള്ളത് കാക്ഷിച്ച് ദൈവികമായത് തിരഞ്ഞെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ അല്പ നിമിഷങ്ങൾ, സമയങ്ങൾ, ഇതൊന്നും വലിയ അനുഭവങ്ങളൊന്നുമല്ല ജീവിതത്തിന്റെ. നിങ്ങൾ ആയുസ്സിന് കുറവത്ര വരുന്നു. അതേത് പ്രായത്തിലും ഏത് സമയത്തും ഒക്കെ ഈ ലോകം നമ്മൾ മാറ്റുന്നത്. അപ്പോ പാപത്തിന്റെ വലിയ കെട്ടുകൾ ചുമന്നു പോകാതെ ഭൗതികതയുടേതായിട്ടുള്ള ആ വലിയ ബന്ധപ്പാടുകള്, ആ വലിയ നേട്ടങ്ങള് ഒന്നും കൊണ്ടുപോകാം. ആത്മീകമായ അനുഭവത്തിൽ, ജീവിത വിശുദ്ധിയിൽ ഈ ലോകം വിടാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചാൽ അത് ശ്രേഷ്ഠകരമായ അനുഭവമാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അതിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ആക്കി വെക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ നാട്ടിൽ കടന്നു പോകുന്ന നിങ്ങളോടൊക്കെ ഒന്നിച്ച് ആയിരിക്കാൻ നമ്മൾ ദൈവത്തെ സ്തുതിക്കട്ടെ. എന്നെ നിങ്ങളുടെ ചിലർക്കൊക്കെ പരിചയമുണ്ടാകും, ഭൂരിപക്ഷം പേർക്കും അറിയത്തില്ല. മെച്ചുകുന്ന ഭദ്രാസനത്തിൽപ്പെട്ട അച്ഛനാണ്. ഞാൻ ഇവിടെ വരാനായിട്ട് ഇടയായത് എൻ്റെ അപ്പൻ്റെ അനിയനാണ്, പാപ്പനാണ് അച്ഛൻ. എൻ്റെ മകൻ്റെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ നാട്ടിൽ കടന്നു വരുവാനായിട്ട് ഇടയായത്. ഞാൻ ഈ ബുധനാഴ്ച വിശുദ്ധാവും ഇന്ന് തിരികെ പോവുകയാണ്. പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇവിടെ 4 ദിവസം ഇടയ്ക്ക് സന്ധ്യ നമസ്കാരത്തിനൊക്കെ കടന്നു വരാനായിട്ട് ഇടയായി. ബഹുമാനപ്പെട്ട സജീച്ചനും ഞാനും സെമിനാരിൽ വരെ കാലഘട്ടത്തിൽ പഠിച്ചവരാണ്. എൻ്റെ ജസ്റ്റ് സീനിയറാണ് സജീച്ചന്. ആ ഒരു പരിചയവും ഇതുമായി പ്രാവശ്യം കടന്നു നമസ്കാരത്തിൽ ആരാധനയിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഇടയായി. ബഹുമാനപ്പെട്ട സജീച്ചനോടുള്ള സ്നേഹം, ബഹുമാനം പ്രത്യേകമായിട്ട് നന്ദിയോടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ചേച്ചിയുടെ സാന്നിധ്യവും സഹകരണവും വളരെയധികം ശ്രേഷ്ഠമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചേച്ചിയോടുള്ള സ്നേഹം കൃത്യമായിട്ട് അറിയിക്കട്ടെ. ഈ ഇടവകയിലെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുമുള്ള സ്നേഹം കൃത്യമായിട്ട് ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ആരാധനയെ സംബന്ധിച്ച അല്പസമയ വാക്കുകൾക്ക് ശ്രദ്ധിച്ച നിങ്ങളോടുള്ള എല്ലാവരോടുമുള്ള സ്നേഹം, ബഹുമാനം പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.